ഹായ് ഗായ്സ്, വെൽക്കം ടു ഡോക്ടർ ബിലാൽ സ്റ്റോക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെൻ സിൻഡ്രോമിനെ പറ്റിയാണ്. മെൻ 1, മെൻ 2A, മെൻ 2B ഉണ്ട്, പിന്നെ മെൻ 4 ഉണ്ട്. മെൻ 2Bനെ മെൻ 3 എന്നും നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് മെൻ 1ൻ്റെ വേറൊരു പേരെന്ന് പറയുന്നത് വെർമർ സിൻഡ്രോം ആണ്. ഓക്കെ, ഈ വെർമർ സിൻഡ്രോം അല്ലെങ്കിൽ മെൻ 1ൽ ഓർത്ത് വെക്കാനുള്ളത് 3 P's ആണ്. ഓക്കെ, അതായത് പാരാതൈറോയിഡ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവും, പാൻക്രിയാറ്റിക് ഇൻവോൾവ്മെൻറ്റ്, പിന്നെ പിറ്റ്യൂട്ടറി. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഗാസ്ട്രിനോമ ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ ഈ 3 P'സിൽ ഓർമ്മ വയ്ക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പാരാതൈറോയിഡ്, പാൻക്രിയാറ്റിക്, പിറ്റ്യൂട്ടറി. പിന്നെ ആൻറ്റിഫൈബ്രോമ, ഗാസ്ട്രിനോമ, ഇൻഡിയോഡിനം ഒക്കെ ഇതിന് അസോസിയേറ്റ് ആയിട്ട് വരാം. മെൻ 1 അസോസിയേറ്റ് ചെയ്ത ക്രോമസോം 11 ആണ്. ഓക്കെ, മെൻ 2A വേറൊരു പേരാണ് സിപ്പിൾ സിൻഡ്രോം. മെൻ 2Aയിൽ ഇൻവോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മെഡുലറി കാർസിനോമ ഓഫ് തൈറോയിഡ് ഉണ്ടാവും, പിന്നെ പാരാതൈറോയിഡ് ഇതിലും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത പി ഫിയോക്രോമോസൈറ്റമാണ്. ഫിയോക്രോമോസൈറ്റമും മെൻ 1 എന്ന് ഓർക്കണം. പിന്നെ ഹിസ്ട്രൻസ് ഡിസീസും മെൻ 2Aയിൽ വരുന്നതാണ്. അതുമായിട്ട് അസോസിയേറ്റഡ് ചെയ്ത ജീൻ റെഡ് ജീനും ക്രോമോസോം 10 ആണ്. ഓക്കെ, പിന്നെ മെൻ 2B അല്ലെങ്കിൽ മെൻ 3 എന്ന് പറയും. അത് 4M എന്ന് വിചാരിച്ചാൽ ഓർത്ത് വെച്ചാൽ മതി. മെഡുലറി കാർസിനോമ ഓഫ് തൈറോയിഡ്, മ്യൂക്കോസൽ ന്യൂറോമ, മെഗാകാളൻ, മാർഫനോയിഡ് ഹാബിറ്റസ്. 4M മെഡുലറി കാർസിനോമ ഓഫ് തൈറോയിഡ്, മ്യൂക്കോസൽ ന്യൂറോമ ഇൻ ടങ്, മെഗാകോളൻ, മാർഫനോയിഡ് ഹാബിറ്റസ്. ഓക്കെ.